guys, welcome back to the channel. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹായ്, മൈ നെയിം ഈസ് ആര്യ ആൻഡ് യു ആർ വാച്ചിങ് കട്ടിൽ ക്ലൗഡ്. ഈ ഒരു ചാനലിൽ ആർട്ട്, ക്രാഫ്റ്റ്, ഡെയിലി വ്ളോഗ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി വേറെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. സൂൺ ഹോപ്പ്ഫുള്ളി നമ്മളൊരു 1 million ഫാമിലി ആവാൻ പോവുകയാണ്. സോ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഐ വുഡ് ലവ് ടു ഹാവ് യു ഹിയർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഇൻട്രോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു ഡബിളോ ട്രിപ്പിൾ എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ചെറുപ്പം മുതലേ എൻ്റെ മൈൻഡിലൊരു ഡ്രീം റൂം ഉണ്ടായിരുന്നു. ഫൈനലി ഞാനത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീഡിയോ ഇൻട്രോ എടുക്കുമ്പോൾ ഒരവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് ഇങ്ങനത്തെ റൂമും ഡെസ്ക് മേക്കറും ഒക്കെ കാണുന്ന ടൈമിൽ കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ ഡ്രീം റൂമാണിത്, ചേച്ചി ഭയങ്കര ലക്കിയാണ്, എനിക്കിതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോട് എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ട്. നിങ്ങളുടെ പ്രായമായിരിക്കുന്ന ടൈമിലും എനിക്ക് ഇത് ജസ്റ്റ് ഒരു ഡ്രീം ആയിരുന്നു. മീൻസ് അബ്രോഡുള്ള ചാനൽസൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊരു സെർട്ടൻ ഏജായി. ഇപ്പം ഞാൻ സ്വയം ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡ്രീം റൂം ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇതിപ്പോൾ ലക്കോ അല്ലെങ്കിൽ അടിപൊളി ലൈഫോ ഒന്നുമല്ല. ആ ഒരു പ്രായത്തിൽ നമുക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് വളർന്ന് നമുക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാറാവുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഓൺലൈനിലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മൈൻഡിൽ ആലോചിക്കണം, ഞാനും കുറച്ച് വളർന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഞാനും ഇതേപോലെ എൻ്റെ റൂമിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ റൂം മേക്കോറിലോട്ട് കിടക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു റൂമിലെ നൈറ്റിൽ കാണാൻ നല്ല അടിപൊളി സെറ്റാണ്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് റിംഗ് ലൈറ്റ് മാത്രം വെച്ചിട്ടാണ്. ഇനി ഞാൻ നമ്മുടെ വാം ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, സെറ്റാണ്. എനിക്കെന്തായാലും എനിക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരിക്കൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. കുറേ കാലമായിട്ട് കുറേ പേര് റൂം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ റൂമിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കട്ടിൽ പോലും ഞാൻ കുറച്ച് കാലം മുമ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റൂം ടൂർ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി വേണം നമ്മുടെ ഡ്രീം റൂം ആക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. ഈ കാണുന്ന സംഭവം ഒന്നും അല്ല കേട്ടോ. ഇതിനകത്തുള്ള എല്ലാ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസും വേറെ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ഒരു കോലം. പിന്നെ ഡെസ്ക് മേക്കോറിൻ്റെ പേരിൽ മേക്ക് ഓവർ ചെയ്ത് വോളൊക്കെ ഫുള്ള് നശിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ബിഫോറും ആഫ്റ്ററും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ മേക്ക് ഓവറിലോട്ട് കിടക്കാം. മെയിൻ ആയിട്ടുള്ള മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, 2 ജനലിൽ കർട്ടൻ റോഡ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 2 കർട്ടൻ റോഡ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ റൂമിൽ 2 വലിയ ജനലാണ്. അപ്പോൾ രാത്രി സമയത്തുള്ളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 2 കർട്ടൻ, മറ്റേ ബ്ലാക്ക് ഔട്ട് കർട്ടൻ ഇല്ലേ, ആ 2 ബ്ലാക്ക് ഔട്ട് കർട്ടൻ വാങ്ങിച്ചിട്ട് അവിടെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫിലാണ് നമ്മൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു കർട്ടൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ തരക്കേടുണ്ടായിരുന്നു. ബ്ലാക്ക് കളർ കർട്ടൻ ആയതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റൂം കുറച്ച് ഇരുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് പെർമനന്റ് ആയിട്ട് ഇടാനൊന്നുമല്ല, രാത്രി മാത്രമേ ഞാൻ ഇടുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ കർട്ടൻ റോഡ് പിടിപ്പിക്കുന്ന സമയത്ത് ഡ്രിൽ ബിറ്റൊക്കെ അങ്ങോട്ട് തെറിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ലപോലെ ടെൻഷൻ ആയി. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മളും ഡ്രിൽ ചെയ്യണ്ടേ. പിന്നെ അങ്ങോട്ട് ഒരാഴ്ചത്തേക്ക് ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോക്സ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈ ഒരു സ്റ്റാൻഡിംഗ് മിററിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ് ഈ ഒരു സാധനം കയ്യിൽ കിട്ടാനായിട്ട്. സ്റ്റാൻഡിംഗ് മിററിന്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആയി. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയത്. ആ ദിവസങ്ങളിലൊക്കെ കണ്ണ് തുറക്കണത് തന്നെ ഇന്ന് ഡെലിവറി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ മേക്ക് ഓവറിലോട്ട് പോകാം. ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ടേബിൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഇടാണ് ചെയ്തത്. ഈ ഒരു പോർഷൻ ഓഫ് വീഡിയോ ഞാൻ അധികം കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെസ്ക് മേക്ക് ഓവറിന്റെ പാർട്ടൊന്നും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി കാണിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ കാണുന്ന വാൾ ഡെക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ ചാനൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു 5 വാൾ ഡെക്കോർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഞാനത് പറിച്ചെടുക്കാൻ നോക്കിയിട്ടേ ഇല്ല. ഒരു റൂം മേക്കോർ തന്നെ വേണ്ടി വന്നു ആ സാധനം ചുവരുന്ന് ഒന്ന് പറിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെഗ് ബോർഡാണ്. ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് കണ്ടും മടുത്തിട്ടുണ്ടാവും. കാരണം ഡെസ്ക് മേക്കോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക്
അത്രയും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അത്രയും ഇഷ്ടപ്പെട്ടെന്നല്ല, അത്രയ്ക്കും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സംഭവമാണ്. കുറേ കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്നതാണ്. ഫൈനലി വാങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു. സാധാരണ എപ്പോഴും ഞാൻ എന്തെങ്കിലും മേക്ക് ഓവറോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ഒരു ഇൻസ്പോ ഒക്കെ നോക്കി ഇതുപോലെ ചെയ്യാം അതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്ലാനിങ്ങോടെ ആയിരിക്കും ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഡെസ്ക് മേക്ക് ഓവർ ഒന്നും ഞാൻ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണോ എന്നറിയില്ല, ഫൈനൽ ഔട്ട്പുട്ടിൽ എനിക്ക് അങ്ങനെ 100% സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ല. ഭയങ്കര എന്താ പറയുക, കൺജസ്റ്റഡ് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറയാനാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതും. എല്ലാ തവണയും നമ്മൾ കുറച്ചിങ്ങനെ മിനിമലായിട്ടോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഫങ്ഷണൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡെസ്കിൽ തന്നെ വെച്ച് അതുപോലെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് വോള് ഭയങ്കര ഹെവി ആയിപ്പോയി, കുറേ പോസ്റ്റേഴ്സ് ഒട്ടിച്ച പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അത് ശരിയാണ്. പക്ഷേ ഞാനൊരു ഇൻസ്പോ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു. ഞാൻ 2 പിക്ചേഴ്സ് കാണിക്കാം. ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. കാരണം എല്ലാ തവണയും മിനിമലായിട്ട് ചെയ്യുമ്പോൾ ഒരു തവണ നമുക്ക് ഇതേപോലെ ഹെവി ആയിട്ട് ചെയ്ത് നോക്കിയാലോ എന്ന്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. വൺ ടൈം ആയിട്ട് മേക്ക് ഓവർ കൊടുത്തതാണെങ്കിൽ കുറച്ച് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മേക്ക് ഓവറിൻ്റെ ആൾക്കാരായതുകൊണ്ടും മാസം മേക്ക് ഓവർ കൊടുക്കുന്നതുകൊണ്ടും ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാം. വെയിറ്റ് എന്തായാലും റൂം മേക്ക് ഓവർ ഒക്കെ കണ്ട് നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെക്കേഷനൊക്കെ അങ്ങനെ കുറച്ചായിട്ട് കഴിയാറായി. സ്കൂളാണെങ്കിൽ കുറച്ചായിട്ട് തുടങ്ങാറായി. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും ഞാനിങ്ങനെ ശബ്ദം എടുക്കുമായിരുന്നു. ഈ ഒരു വർഷം ഞാൻ നല്ലപോലെ പഠിക്കും, ക്ലാസ്സിൽ ഫസ്റ്റ് ഞാനായിരിക്കും എന്നൊക്കെ. പക്ഷെ എൻ്റെ മടി കാരണം അതൊന്നും നടക്കാറില്ല. എന്തായാലും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആവാറായ സ്ഥിതിക്ക് നിങ്ങളും അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവും. വളരെ സീരിയസ് ആയിട്ട് ഇപ്രാവശ്യം നല്ല ടോപ്പർ ആവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. വേറൊന്നുമല്ല, ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മുടെ ഇന്റർവെലിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. 1ാം ക്ലാസ് സ്റ്റുഡൻസ് മുതൽ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വരെ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പൈസ കൊടുത്തു ജോയിൻ ചെയ്തു അതുപോലത്തെ കോഴ്സ് ഒന്നുമല്ല. ആദ്യം തന്നെ നമുക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും. ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി നമുക്ക് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അതായത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഒരു സിംഗിൾ ടീച്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ ടീച്ചർ അടുത്ത് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് മാത്രമല്ല ബെസ്റ്റ് പാർട്ട്, ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡെമോ ക്ലാസ് വരും. ഈ ഒരു ഡെമോ ക്ലാസ്സിൽ ടീച്ചർ ഓക്കെ ആണോ, സ്റ്റുഡൻസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനൊക്കെ ശേഷം മാത്രമേ നമ്മുടെ റിയൽ ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കഴിഞ്ഞില്ലടാ, ഇനി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവീനിയന്റ് ടൈം. അതായത് നമ്മുടെ കൺവീനിയന്റ് ടൈമിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് ക്ലാസ് തുടങ്ങും, 4 മണിക്ക് കയറണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് ടൈം കിട്ടുക ആ ഒരു ടൈമിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ടൊരു സബ്ജക്റ്റിൽ വായിക്കാനോ എഴുതാനോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള കോഴ്സ് എടുക്കാം. അതല്ല, നിങ്ങളിപ്പോൾ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ ഹോൾ ആയിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവർ പ്രൊവൈഡ് ചെയ്യും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഫ്രഞ്ച് അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിനും അവർക്ക് ക്ലാസ്സസ് ഉണ്ട്. ഈ ഒരു വർഷമെങ്കിലും ക്ലാസ് ടോപ്പർ ആവണമെന്ന് പറഞ്ഞിട്ട് അങ്ങേയറ്റം ആഗ്രഹം വെച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഡീറ്റെയിൽസ് എല്ലാം കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റിയത് ഈ പോസ്റ്റേഴ്സിലാണ്. ഞാൻ ഇൻസ്പോ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജോറിൽ ഈ പോസ്റ്റേഴ്സ് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് അതുപോലെയൊക്കെ ആയിരുന്നു ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ വെക്കാനായിട്ട് ആകെ പോസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം, പക്ഷെ അതെനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു ഫുള്ള് പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ DIY ഒക്കെ ചെയ്തിട്ട് ഇടയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഡെസ്ക് മേക്ക് ഓവർ എന്തായാലും അടിപൊളിയാക്കാം. ഇപ്പം അൺബോക്സ് ചെയ്യാൻ പോണത് ഓൾറെഡി മറ്റേ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതൊരു റഗ്ഗാണ്. റഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മാറ്റാണ്. വീഡിയോയിൽ അത്ര വലിപ്പം തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കുറച്ച് വലിപ്പമുണ്ട്. റൂം മേക്ക് ഓവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത് ഡെസ്ക് മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കാണുന്ന അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ആദ്യം ചെയ്ത അറേഞ്ച്മെന്റ് ആയിരുന്നു. അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിലും ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്ന് 1-2 സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ വലിയ മാരക ട്രാൻസ്ഫോർമേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു മാറ്റൊക്കെ ഞാൻ ടേബിളിൻ്റെ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ബെഡിൻ്റെ സൈഡിലിട്ടു. പിന്നെ ഇതിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ കുറോമിയുടെ ക്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്ലോട്ടിംഗ് ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്.
ഇതോടുകൂടെ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ തീർന്നു. സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിപ്പോൾ ഓൾറെഡി കണ്ടതാണ്. പക്ഷേ ഇനിയാണ് മക്കളെ നമ്മുടെ മെയിൻ മേക്ക് ഓവർ, നമ്മുടെ ബെഡിന്റെ മേക്ക് ഓവർ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അഫ്കോഴ്സ് ക്ലീനിങ്, കാരണം ബെഡിന്റെ കോലം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സിംഗ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പൊക്കെയാണ് ഇത്. ഈ ഒരു സെറ്റ് ഓഫ് 3 വരുന്ന ഫ്രെയിംസ് അടിപൊളി സാധനം കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്രാൻഡിന് സത്യം പറഞ്ഞൊരു ഹാറ്റ്സ് ഓഫ് പറയണം, കാരണം 3 ഫ്രെയിമിനും കൂടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പൈസയാണ്. ഏകദേശം 300 സംതിങ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു പ്രൈസിന് ഇവർ ചെയ്തിട്ടുള്ള പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഫുള്ള് എന്താ പറയുക, ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിലും കുറേ ഫിലിമൊക്കെ വലിച്ചു കളയാനുണ്ടായിരുന്നു. പോരാത്തതിന് ഇൻവിസിബിൾ നെയിൽസ് ഒക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ലെവലറൊക്കെ, അതായത് ഫ്രെയിം കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കാനായിട്ടുള്ള സംഭവം വരെ അതിനകത്തുണ്ടായിരുന്നു. ഞാനിപ്പം നമ്മളൊരു ഫ്രെയിമൊക്കെ കൊടുക്കുമ്പോൾ ആണി കൊടുക്കുന്നത് വരെ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ലെവലറൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ആർട്ട് സ്ട്രീറ്റ് ആണ്. പിന്നെ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ലാസ്റ്റ് മിനിറ്റിൽ ഈ ഫ്രെയിമെങ്കിൽ ഈ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് റിവ്യൂ ഷെയർ ചെയ്ത്. പിന്നെ ഇതിനകത്ത് വെക്കാനുള്ള ഫോട്ടോസൊക്കെ ഞാൻ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്രിന്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക. ഞാൻ പറയാനാണെങ്കിൽ നിങ്ങളുടെ റൂം കുറച്ച് എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ട് കുറച്ച് കൺവേർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പോസ്റ്റേഴ്സൊക്കെ വാങ്ങിച്ച് ഇതേപോലത്തെ കുറച്ച് പ്രിൻറ്റ്സ് ഒക്കെ വെക്കുക. നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ഇനിയാണ് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ കഥാനായകൻ വരുന്നത്, 3 ഫ്ലോട്ടിംഗ് ഷെൽഫ്. എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ പറയാം. പിന്നെ ഈ ലീഫ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, ഇത് ഓഫ്ലൈനായിട്ട് ഇവിടെ അടുത്ത് ബിഗ് മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഈ പ്രിൻ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A4 കളർ പ്രിൻ്റ് എടുത്തതാണ്. എൻ്റെ കയ്യിൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് ചെറിയ സൈസാണല്ലോ. അപ്പോൾ റാൻഡം ആയിട്ടുള്ള വലിയ സൈസ് ചെറിയ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു. വാങ്ങിച്ചതല്ല, പ്രിൻ്റ് എടുത്തതായിരുന്നു. തലേ ദിവസം തന്നെ ഞാൻ ഈ എല്ലാ പോസ്റ്റേഴ്സും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റേഴ്സ് മാത്രമല്ല, ബട്ടർഫ്ലൈസ് ഒക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ അടുത്ത ദിവസം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ബെഡ് മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ആ 3 ഫ്രെയിംസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ പണിയൊന്നുമില്ലല്ലോ, മാർക്ക് ചെയ്യുക, ഫ്രെയിം വെക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. മാർക്കിംഗ് വരെ ഞാൻ ChatGPTയോട് ചോദിച്ചിട്ട് എങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എവിടെ പണി കിട്ടിയെന്നറിയോ, ഇതിൻ്റെ കൂടെ 3 അതിനെന്താ പറയുക, സീംലെസ് നെയിൽസിനോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയാം. അതായത് ഇത് അടിച്ച് കഴിയുമ്പോൾ ആണി ഇങ്ങനെ നമ്മുടെ നോർമൽ ആണി ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല. ഇങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ ഈ കുഞ്ഞാണി ഉള്ളിൽ തറച്ച് നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ആണിയുടെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വെയിറ്റ് ഒക്കെ താങ്ങുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സ്റ്റേഡി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേഡിയാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഒന്നും അല്ലടാ പണി കിട്ടിയത് ദാ ഇവിടെയാണ്. It was at this moment that she knew she f***ed up. എന്താ പറ്റിയെന്നറിയോ, ആണിയുടെ ഒരു ബലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഫ്രെയിം അങ്ങോട്ട് തൂക്കിയിട്ടതാണ്. അതിൻ്റെ മുകളിൽ ആ ഒരു ഭാഗമില്ലേ, അതങ്ങോട്ട് പൊട്ടിപ്പോയി. ഈ ആണി അടിച്ച് കയറ്റാനായിട്ട് നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടിച്ചടിച്ച് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് പറിച്ചെടുക്കാനായിട്ട് നല്ല പോലെ പാടുപെട്ടു. പിന്നെ നമ്മുടെ നോർമൽ ആണി തന്നെ വേണ്ടി വന്നു ബാക്കിയുള്ള സാധനങ്ങൾക്ക് തൂക്കിയിടാനായിട്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത തലവേദന. റൈറ്റ് സൈഡിലെ ഫ്രെയിം കുറച്ച് മുകളിലോട്ടായിപ്പോയി. പിന്നെ അതെടുത്ത് ആണി പറിച്ചെടുത്ത് വീണ്ടും ഇട്ട് അവസാനം ഇങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് ഈ ഒരു ലീഫ് വെച്ച് ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, പിൻട്രസ്റ്റിൽ ഏത് ബെഡ്റൂം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ചെയ്തത് അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. ആദ്യം വലിയ രസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ട് ഒരവിടെ മാത്രം ഇങ്ങനെ ഒട്ടിയിരുന്ന പോലെ തോന്നി. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ലീഫ് വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. ഇനിയാണ് ഗൈസ് ഞാനൊരു കഥ പറയാൻ പോണത്. ഈ ഒരു 3 വാൾ ഷെൽഫ് ഉണ്ടല്ലോ, വാളിൽ ഡ്രില്ല് ചെയ്ത് നമുക്കൊന്ന് പിടിപ്പിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വൃത്തിക്ക് ആണി അടിക്കുന്നത് തന്നെ ആ ഒരു പ്ലേ ബട്ടൺ തൂക്കിയിടുന്ന ടൈമിലാണ്. ഞാനാണ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പോണത്. ആദ്യം തന്നെ ഫ്ലോട്ടിംഗ് ഷെൽഫൊക്കെ എടുത്തു, മാർക്ക് ചെയ്തു, ഹോളൊക്കെ മാർക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വലിയ കരുത്തി ക്യാപ്പൊക്കെ എടുത്ത് മാർക്കൊക്കെ ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഡ്രിൽ ബിറ്റ് അല്ല വേണ്ടത്, 6mm ഡ്രിൽ ബിറ്റാണ് വേണ്ടതെന്ന്. ഇനി ആ ഒരു ഡ്രില്ല് അഴിച്ച് മാറ്റി വേറൊരു ഡ്രിൽ ബിറ്റ് നമുക്ക് ആഡ് ചെയ്യണമല്ലോ. പക്ഷേ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. സംഭവം പറയാനാണെങ്കിൽ ദാ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ആ ഡ്രിൽ ബിറ്റ് അഴിച്ചെടുക്കേണ്ടത്. യൂട്യൂബ് നോക്കി കഴിഞ്ഞപ്പോഴോ ആൾക്കാർ ഇതൊക്കെ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ആയിരുന്നു അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സക്സസ്ഫുള്ളി ആ ഒരു സാധനം വെച്ച് ഞാൻ അഴിച്ചെടുത്തു.
ശരിക്കും പറയാനാണെങ്കിൽ എനിക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേക്കാളും ഇങ്ങനെയുള്ള വലിയ വലിയ മെഷീനൊക്കെ യൂസ് ചെയ്ത് വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ള ഒരു ആവശ്യവും വരാറില്ല, അവസരവും വരാറില്ല. ആദ്യത്തെ ഷെൽഫ് സക്സസ്ഫുള്ളി ഞാൻ ഫിറ്റ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കീഴടക്കിയ ഒരു ആവേശമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തു, എന്നിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ രാത്രി ബാക്കിയുള്ള 2 ഫ്ലോട്ടിംഗ് ഷെൽഫും കൂടെ വെക്കാനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീൻ അങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങുന്നില്ല. എൻ്റെ കൈയൊക്കെ ചുവന്ന്, എൻ്റെ മുഖമൊക്കെ ചുവന്ന്, എൻ്റെ തലയിറങ്ങി ഞാനിപ്പോൾ വീഴുന്നു പറഞ്ഞ അവസ്ഥയായിരുന്നു. ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഹാമർ ഡ്രിൽ ബിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ഒരു മെഷീനിൽ ഇത് വർക്കാവോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. ആൻഡ് എന്താ ഉണ്ടായെന്നറിയോ? നോക്കിക്കോ. ഇതിന് ഞാൻ ഇന്നലെ രാത്രി മുതൽ എത്ര പാടുപെട്ടെന്ന് പറയും. എനിക്ക് കരയാൻ തുടങ്ങി ഞാൻ കുറച്ചേരം കഴിഞ്ഞപ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ ഒരാളുടെ മനസ്സിലെങ്കിലും തോന്നും എന്തിനിപ്പോൾ ഇത് ഇത്ര വലിയ കാര്യമാക്കി പറയുന്നതെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്, രാത്രി മൊത്തം ഇരുന്ന് ഡ്രിൽ ചെയ്തിട്ടും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഡ്രിൽ ചെയ്തിട്ടും ഹോള് അനങ്ങുന്നതേ ഇല്ല. ആ ഒരു സാധനം 10 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ഡ്രിൽ ബിറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിയായത്. ഡ്രിൽ ചെയ്യുമ്പോൾ നല്ല ഫോഴ്സ് കൊടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫുൾ ആരോഗ്യം ഇട്ടിട്ടായിരുന്നു ഞാൻ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തല ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ വീഴുന്നു പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും അല്ലല്ലോ. എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈഡ് ടേബിൾ പണിയിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ കൂടെ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റ്മാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. തുറന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത് ബാറ്റ്മാൻ ആണ്. ഇത് ലക്കാണോ ലക്കല്ലേ എന്ന് എനിക്കറിയില്ല. കാരണം ഹാരി പോട്ടർ കിൻഡർ ജോയിൽ എനിക്ക് ഒരു ലക്കും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയിരുന്നു എല്ലാ ലക്കും ഉണ്ടായിരുന്നത്. പിന്നെ ഡ്രിൽ ചെയ്യുമ്പോൾ പൊടി വീഴാതിരിക്കാനായിട്ട് ഞാനൊരു ഹാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഒരു 80% വർക്കിംഗ് ആയിരുന്നു. സ്റ്റിൽ കുറച്ച് പൊടിയൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊടി ഞാൻ വാക്യൂം ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ സ്ഥിരമായിട്ട് വരുന്നൊരു അതിഥിയാണല്ലോ ഈ 8കാലിയും വാറാല. ഇതിന് മാറാലാന്നാണോ വാറാലാന്നാണോ പറയാന്നറിയില്ല. ഞാൻ ചെറുപ്പം പോലെ വാറാല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നടക്കാറുള്ളത്. എത്രയൊക്കെ അടിച്ചു കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചോവരിൽ ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ വാക്യൂം മെഷീനൊക്കെ എടുത്ത സ്ഥിതിക്ക് വാക്യൂം ചെയ്ത് ഞാൻ കളഞ്ഞു. എന്ത് ചെയ്യാനാ, ടെക്നോളജിയാ. എൻ്റെ റൂമിലെ ഏറ്റവും വലിയൊരു കംഫർട്ട് സ്പേസ് ആണ് ഈ ഒരു ബെഡ്. ആൻഡ് ഈ ഒരു ബെഡ് അങ്ങനെ ഒരു കംഫർട്ട് സ്പേസ് ആവാനുള്ള മെയിൻ റീസൺ ഈ ഒരു മാട്രസ് ആണ്. ഈ ഒരു മാട്രസ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആന്റി ഗ്രാവിറ്റി മാട്രസ് ആണ്. എടാ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നിസാരക്കാരനല്ല. ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തിനാ ഇത്രയും ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കാറുണ്ട്. പക്ഷെ ഹൈപ്പ് വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. എല്ലാ മാട്രസിന്റെ പരസ്യത്തിലും കാണാറുള്ളതാണ്. ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നു, പുറകെ കിടന്ന് ചാടുന്നു, വെള്ളം മറിയുന്നില്ല എന്ന് ക്ലെയിം ചെയ്തു നോക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ക്രിഞ്ച് പരിപാടി അല്ലേ എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചതാണ്. ഫൈനലി ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കിയേക്കാന്ന്. പക്ഷേ ആ ഒരു ക്ലെയിം സത്യമായിരുന്നു. ഇതിനെ മോഷൻ അബ്സോർപ്ഷൻ ടെക്നോളജി എന്നൊക്കെ കേട്ടോ പറയണത്. കൂടെ കിടക്കുന്ന ആൾക്കാർ ബെഡിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. പോരാത്തതിന് ഈ ഒരു മാട്രസിന്റെ കവർ നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചിടാനൊക്കെ 3D എയർ ഫ്ലോ ടെക്നോളജി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്താ സംഭവം എന്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഹോൾസ് ഒക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ഈ ഹോൾസ് ഒക്കെ ആ ഒരു 3D എയർ ഫ്ലോയ്ക്ക് വേണ്ടി ഉള്ളതായിരിക്കും. എന്തായാലും സെറ്റ് സാധനം കേട്ടോ. നിങ്ങൾ മാട്രസ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ നടുവിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പീസ് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. പിൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ വാൾസിലും ഒരു പിങ്ക് കളർ ഹാർട്ട് മിറർ ഉണ്ടാവാറുണ്ട്. ഞാനത് വാങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഡെലിവറി അത്യാവശ്യം നല്ലപോലെ നീണ്ടുപോകുമായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ May 2nd or 3rd ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ച പോലെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല. സാധനങ്ങളല്ല ഗൈസ്, സാഹചര്യങ്ങൾ. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു മിറർ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. ഓൾറെഡി ലേറ്റ് ആയി. ഇനിയിപ്പോൾ അതും കൂടെ ഉണ്ടാക്കാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫൈനലി ഈ ഒരു ഹാർട്ടാണ് വെച്ചത്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓൾറെഡി ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. റൂമിലൊക്കെ കുറച്ചൊരു ലൈഫ് ഫീലൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്തായാലും വാങ്ങിച്ചു. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ബെഡിൻ്റെ വാൾ ഏരിയ ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് ഫെയറി ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആകെ 94 rupees ഒരു പീസിന് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ എൻ്റെ റൂമിൽ എക്സ്റ്റൻഷൻ കോഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ആകെ 2 സ്വിച്ച് ബോർഡ് മാത്രമേ ഉള്ളൂ. അതിലാണെങ്കിൽ ഒരു 10,000 സാധനങ്ങൾ എനിക്ക് കുത്താനും ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റൻഷൻ കോഡ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ ലൈറ്റ് ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്.
എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നേരിട്ട് കാണാനുള്ള ആ ഒരു ആംബിയൻസ് ക്യാമറയിൽ കൂടെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പകർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നില്ല. സമയമൊക്കെ ഏകദേശം 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഞാനിങ്ങനെ ലേറ്റ് ആയിട്ട് കിടക്കുന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ പറയാറുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല, ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ. ഹെൽത്തിന് നല്ലതല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എന്താണെന്നറിയില്ല, രാത്രി ആകുമ്പോഴാണ് എനിക്കൊരു പ്രൊഡക്ടിവിറ്റി അങ്ങോട്ട് കയറി വരാറുള്ളത്. പക്ഷേ എനിക്കങ്ങനെ ഉറക്കമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ 12 മണി വരെ ഞാൻ നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യാം. ഈ 2 പില്ലോസും ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ തന്നെയാണ്. ആദ്യം ഈ പില്ലോ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള പില്ലോ ആണ്, അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സുഖം ഉണ്ടാവുമോ, തല വെച്ചാൽ സുഖം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സംശയം ഉണ്ടായിരുന്നു. ബട്ട് ടു മൈ സർപ്രൈസ് കിടന്നു കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. മീൻസ് നെക്കിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ലെയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ ഫോം ലെയർ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ ഗൈസ്, പ്രൊമോഷൻ എന്നുള്ള ബേസിസിലൊന്നുമല്ല, ഈ ഒരു മാട്രസും പില്ലോയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനൊക്കെ പണ്ട് മുതലേ നമ്മുടെ നോർമൽ മാട്രസില്ലേ, അതായത് നമ്മുടെ കോയർ മാട്രസ്, അതിലൊക്കെ കിടന്ന് ശീലിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് ഇതുപോലെ സ്പ്രിംഗ് മാട്രസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബോഡിക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇതിലൊക്കെ കുറച്ചു നേരം കിടന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ബോഡിക്കൊക്കെ നല്ലപോലെ റെസ്റ്റ് കിട്ടിയ ഫീൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു കംഫർട്ടറും ബെഡ്ഷീറ്റും ആയിട്ടുള്ള സെറ്റ് എവിടെന്നാന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, അതിൽ ഇത് വാങ്ങാൻ പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് നോക്കിയിരിക്കണമെന്ന് അറിയോ, ഇതുപോലുള്ള ബെഡും ബെഡ് സൈഡ് ടേബിളൊക്കെ ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഫൈനലി അതെൻ്റെ റൂമിലിരിക്കുന്നു, ഞാൻ അതിൻ്റെ അടുത്തിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഐ വാസ് സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പിന്നെ ബെഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പലരും ചോദിക്കാറുണ്ട്. ബെഡ് ഞാൻ വാങ്ങിച്ചതല്ല, ഞാൻ പണിയിച്ചതാണ്. ഇവിടെ അടുത്തുള്ളൊരു SMTT എന്ന് പറഞ്ഞിട്ടൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് പണിയിച്ചെടുത്തതാണ് ഈ 2 സാധനങ്ങളും. പിന്നെ ഈ ഒരു ബെഡ് സൈഡ് ടേബിൾ നല്ല രീതിയിൽ ഒതുക്കി വെക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നമ്മൾ ഈ ബെഡ്റൂം മേക്കോറൊക്കെ കാണുന്ന ടൈമിൽ അവരുടെ സൈഡ് ടേബിൾ ഒരു സ്റ്റേപ്പിൾ ആയിട്ടുള്ളൊരു പീസാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിൾ ആയിരിക്കണം ഇതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. ആൻഡ് അത് അച്ചീവ് ചെയ്തു എന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഈ ഒരു മാറ്റ് ഞാൻ വിരിച്ചിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. മാറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ചവിട്ടി നിൽക്കാറുള്ളൂ, മറ്റേ സൈഡ് ഞാൻ ചവിട്ടാറേ ഇല്ല. ഞാൻ എന്തായാലും സോപ്പൊക്കെ വെച്ചിട്ട് കുറച്ചെങ്കിലും ഉരച്ച് തേച്ച് കളയാനായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, എൻ്റെ ഈ ഒരു റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ടെറസ് ഫാമിംഗ് പോലത്തെ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണും പൊടിയൊക്കെ എൻ്റെ റൂമിൽ നല്ലപോലെ കയറാറുണ്ട്. എത്രയൊക്കെ അടിച്ച് വിട്ട് കഴിഞ്ഞാലും എൻ്റെ റൂമിൽ മണ്ണുണ്ടാവും. ഇനിയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച വോൾ. ഞാൻ പറഞ്ഞില്ലേ നല്ല വൃത്തികേടായിട്ട് കിടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വൃത്തികേടൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിന് മുമ്പ് തന്നെ അതിൽ ഒട്ടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പറിച്ചെടുക്കണം. നോട്ട് ദ പോയിന്റ്, പറിച്ചെടുക്കണം. പറഞ്ഞു വന്നത് കണ്ടല്ലോ അല്ലേ, ഇതുപോലെ പറിക്കണം. ആഹാ, എന്ത് മനോഹരമായ വോൾ. ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ വെച്ച് വല്ല സാധനം ഒട്ടിക്കുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും. പക്ഷെ അതൊക്കെ പറിച്ചെടുക്കാൻ നേരം ആ ഒരു ആവശ്യമൊന്നും എൻ്റെ മുഖത്ത് കാണാറില്ല. ഈ ഒരു സ്റ്റാൻഡിംഗ് മിറർ എവിടെന്നാന്ന് പറഞ്ഞിട്ട് കുറേ കമൻസും DMസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ എനിക്ക് കിട്ടിയത്. അഫോർഡബിൾ എന്ന് പറയുമ്പോൾ കുറേ പേര് കമൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, 3000 ആണോ നിങ്ങളുടെ അഫോർഡബിൾ എന്നൊക്കെ. പക്ഷേ സ്റ്റാൻഡിംഗ് മിററിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 7000 8000 ഒക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ 3000 is സൂപ്പർ ഡ്യൂപ്പർ അഫോർഡബിൾ. അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, അഫോർഡബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം 100 രൂപയ്ക്ക് കിട്ടുന്നതോ 1000 രൂപയ്ക്ക് കിട്ടുന്നതോ എന്നല്ല. ഒരു പ്രോഡക്റ്റിന് എത്ര രൂപയാണ് നോർമലി വരാറ് അതിനേക്കാളും താഴെ പ്രൈസിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് അഫോർഡബിൾ പ്രൈസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റാൻഡിംഗ് മിറർ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പിന്നെ ഒരു റെക്ടാങ്കിൾ മിററും കൂടെ ഉണ്ടായിരുന്നു, അതും പക്ഷെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ്, ഈ ഒരു ഫേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ അറിയാൻ പറ്റും. പണ്ട് ഞാൻ റൊമാൻറ്റിസൈസിങ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട വീഡിയോയിൽ ഞാൻ 4 ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വിത്തിൻ ഒരു 2 ആഴ്ച അത് മൊത്തം കരിഞ്ഞുപോയി. അന്ന് ഞാനെടുത്ത തീരുമാനമാണ്, ഞാൻ നന്നാവുന്നത് വരെ വേറെ ചെടിയൊന്നും ഞാൻ വാങ്ങില്ല. ശരി, എന്നാ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു വോളും പിന്നെ ഈ ഒരു വോളിലുമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. ആ ഒരു മിറർ വെച്ചിട്ടുള്ള വാളിൽ പിന്നെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാളിൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിൻ ക്ലോക്ക് ഇവിടെ തൂക്കിയിടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു സൈഡ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സൈഡിലെ വാളിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്കിൻ്റെ പേജ് വെച്ചിട്ട് ഒരു ഹാർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു മിനി സൈസൊക്കെ ഞാൻ യൂഷ്വലി പിൻട്രസ്റ്റിൽ കാണാറുണ്ട്. ഇത്രയും വലിയ സംഭവം ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്കിൻ്റെ പേജൊക്കെ എടുത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും
വായിക്കുമ്പോഴത്തേക്കും ബുക്കിന്റെ പേജ് ഒക്കെ എങ്ങനെ കീറാൻ തോന്നി എന്നൊക്കെ പറഞ്ഞ് തോന്നി. ഇത് പഴയ ഒരു ബുക്കാണ്, പിന്നെ അതിൽ ഓൾറെഡി കുറച്ച് പേജസ് ഒക്കെ മിസ്സിംഗ് ആണ്. ഇതിപ്പോൾ ആരെങ്കിലും കീറിച്ചെടുത്താണോ അതോ ഓൾറെഡി വല്ല ഡിഫക്റ്റ് ഉള്ള ബുക്കാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് പേജസ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരും വായിക്കാനും പോണില്ല. വെറുതെ പൊടി പിടിച്ചിരിക്കണേക്കാളും നല്ലത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ആരും ഇതൊക്കെ വായിക്കാനായിട്ട് ആർക്കെങ്കിലും കൊടുത്തൂടെ എന്നൊന്നും പറയണ്ട. വായിക്കാനായിട്ട് അതിൽ കുറച്ച് പേജസ് ഒന്നും ഇല്ല. മറ്റേ വോളിൽ ഞാൻ വിഷൻ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു ഫ്രെയിം പോലെ ഒരു ലേസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു വോൾ എനിക്ക് അത്രയ്ക്ക് ഒരു തൃപ്തി പോലെ തോന്നിയില്ല. എനിക്ക് ആകെപ്പാട് ഈ ഒരു ബെഡിന്റെ ഏരിയ മാത്രമാണ് നല്ലപോലെ ഇഷ്ടപ്പെട്ടത്. ബാക്കി ആ ഒരു സ്റ്റാൻഡിംഗ് മിറർ വെച്ച ഏരിയ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ പറയാനാണെങ്കിൽ റൂം മേക്കോർ ആസ് എ ഹോൾ നോക്കുമ്പോൾ ഞാനൊരു 95% സാറ്റിസ്ഫൈഡ് ആയിട്ട്. അതേസമയം ബെഡിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഞാനൊരു 1000% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമന്റ് ബോക്സിൽ എന്തായാലും പറയാൻ മറക്കണ്ട. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് ആയിട്ട് ഇതേപോലെ നമ്മുടെ സ്ട്രിംഗ് ലൈറ്റ് റൂം മൊത്തം അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ റൂം മേക്കോർ ഏകദേശം തീർന്നു. ഇനി ബാക്കിയായിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ റൂമിന്റെ ഹോൾ ലുക്ക് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയാനായിട്ട് മറക്കണ്ട. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted you've been gifted with the evil. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. വേറെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഉടനെ തന്നെ നമുക്ക് 1M ഫാമിലി ആവാനുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഫോർ ടുഡേയ്സ് വീഡിയോ. ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ. I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get